ഹായ് ഓൾ, വെൽക്കം ടു ട്രൂ ഈവൻ. 2026 എന്ന് പറയുന്നത് ഒരു PSC ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ച് ഒരു സുവർണ വർഷം തന്നെയാണ്. കാരണം നിരവധി പോസ്റ്റുകളാണ് അല്ലെങ്കിൽ നിരവധി പോസ്റ്റുകളിലേക്കാണ് എക്സാം വരാനിരിക്കുന്നത്. അത് 7ാം ക്ലാസ് പാസ്സായവർക്ക് കമ്പനി ബോർഡ് LGS എന്ന് പറയുന്ന പരീക്ഷ വരുന്നുണ്ട്. 10th ലെവൽ ആണെങ്കിൽ ബൗക്കോ LDC അതുപോലെ VFA തുടങ്ങിയ പരീക്ഷകൾ വരുന്നുണ്ട്. +2 ആണെങ്കിൽ എല്ലാ വർഷവും നടക്കുന്ന പോലെ യൂണിഫോം പോസ്റ്റുകളിലേക്കുള്ള പരീക്ഷ വരുന്നുണ്ട്. ഡിഗ്രി ആണെങ്കിൽ ഒരുപാട് യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റ്, കമ്പനി ബോർഡ് അസിസ്റ്റൻറ്റ്, ഇങ്ങനെ ഒരുപാട് നല്ല നല്ല പോസ്റ്റുകൾ ഈ 2026 നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്. ആ ഒരു പോസ്റ്റിലേക്കുള്ള ആദ്യ ചുവടുവെപ്പ് തന്നെയായിരിക്കും ഈ 2026 എന്ന് പറയുന്നത്. സോ ഞാൻ നിങ്ങൾക്കൊരു 7 ടിപ്സ് പറയുകയാണ്. നിങ്ങളെ നല്ല റാങ്കിലേക്ക് എത്തിക്കാൻ അല്ലെങ്കിൽ നിങ്ങളുടെ പഠനം നല്ല റൂട്ടിലൂടെ പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു 7 ടിപ്സാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾ ഈ 7 ടിപ്സ് മനസ്സിലാക്കി അത് നിങ്ങളുടെ ജീവിതത്തിൽ ഇനി അങ്ങോട്ടുള്ള 2026 നിങ്ങളുടെ ആ ഒരു പഠന വഴിയിൽ ഉൾപ്പെടുത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും വരുന്ന പരീക്ഷകളിൽ നല്ലൊരു റിസൾട്ട് നിങ്ങൾക്ക് നേടാൻ സാധിക്കും എന്നത് എൻ്റെ ഉറപ്പാണ്. ഓക്കെ, അപ്പോൾ ആ 7 ടിപ്സ് നോക്കിയാലോ. ഒന്നാമത്തെ ടിപ്സാണ് നമ്മൾ പറയുന്നത്. ഒന്നാമത്തെ ടിപ്സ് എന്ന് പറയുന്നത് പലരും ചെയ്യുന്ന ഒരു മിസ്റ്റേക്കാണ്. ഒരു സിലബസ് വന്നു കഴിഞ്ഞാൽ ആ സിലബസിൽ അത് അവർ റെഫർ ചെയ്യാൻ വേണ്ടി പല മെറ്റീരിയൽസ് അവർ യൂസ് ചെയ്യും. അങ്ങനെ സിലബസിലെ എല്ലാ കാര്യങ്ങളും അവർ നന്നായിട്ട് പഠിക്കും. പഠിക്കുന്നത് നല്ലതാണ്, പക്ഷേ അങ്ങനെ പഠിക്കുന്ന സമയത്ത് പല ഫാക്റ്റുകൾ മറന്നു പോകാനും പഠിച്ച കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൺഫ്യൂഷൻ വരാനും സാധ്യതയുണ്ട്. സോ നിങ്ങൾ ചെയ്യേണ്ടത് പഠിക്കുന്നത് നല്ലതാണ്, അതിനുശേഷം ആ മേഖലയിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് കൂടെ നോക്കിയിട്ട്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 1857 വിപ്ലവം നിങ്ങൾ പഠിക്കുന്ന സമയത്ത് അതിൽ ഒരുപാട് ആവശ്യമുള്ള പോയിന്റ്സും ആവശ്യമില്ലാത്ത പോയിന്റ്സും ഉണ്ട്. സോ ആവശ്യമുള്ള പോയിന്റ്സ് എന്ന് പറയുന്നത് കഴിഞ്ഞ വർഷങ്ങളിൽ ചോദിച്ച ചോദ്യങ്ങൾ, സ്ഥിരമായിട്ട് ചോദിക്കുന്ന ആ മേഖലയിൽ നിന്നുള്ള ചോദ്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ആ പോയിന്റ്സ് നിങ്ങളുടെ മനസ്സിൽ നിൽക്കുന്നുണ്ടോ എന്ന് നിങ്ങൾക്ക് അറിയാൻ സാധിക്കും. അത് തന്നെയാണ് ഒന്നാമത്തെ പോയിന്റ്. അതായത് സ്ഥിരമായിട്ട് ചോദ്യം വരുന്ന മേഖലകൾ നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ ആ മേഖലയിൽ നിന്നുള്ള ചോദ്യങ്ങൾ കൃത്യമായിട്ട് ആൻസർ ചെയ്യാനും നിങ്ങളുടെ മാർക്ക് നിലനിർത്താനും സാധിക്കും. ഓക്കെ, അത് നിങ്ങൾ നിർബന്ധമായിട്ടും നിങ്ങൾ ഏത് ടോപ്പിക്ക് പഠിക്കുകയാണെങ്കിലും ആ ഭാഗത്തുള്ള ചോദ്യങ്ങൾ കൃത്യമായിട്ട് ശ്രദ്ധിച്ച് അത് മനസ്സിൽ നിൽക്കുന്നുണ്ടോ അത് ഫോക്കസ് ചെയ്ത് അത് റിവിഷൻ ചെയ്ത് പഠിച്ചാൽ തീർച്ചയായിട്ടും നല്ല റിസൾട്ട് നിങ്ങളുടെ പഠനത്തിൽ ഉണ്ടാകും. ഇനി രണ്ടാമത്തെ ടിപ്പാണ് PYQ എന്ന് പറയുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോയിന്റിനോട് കണക്റ്റഡ് ആയിട്ടുള്ള കാര്യമാണ്. ഈ PYQയിലൂടെയാണ് നമുക്ക് സ്ഥിരമായിട്ട് ചോദിക്കുന്ന മേഖലകൾ മനസ്സിലാക്കാൻ സാധിക്കുക. ഓക്കെ, PYQ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ വിജയത്തിലേക്കുള്ള ഒരു കുറുക്കു വഴി അല്ലെങ്കിൽ എളുപ്പ വഴി എന്ന് പറയുന്നതാണ് PYQ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. അത് നിങ്ങൾ 10ാം ക്ലാസ് ലെവൽ ക്വസ്റ്റ്യൻ ആണെങ്കിൽ അല്ലെങ്കിൽ 10ാം ക്ലാസ് ലെവൽ പോസ്റ്റിലേക്കാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ, നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ അതാണെങ്കിൽ ആ 10ാം ക്ലാസ് ലെവൽ പരീക്ഷാ പേപ്പറുകൾ നിങ്ങൾ നന്നായിട്ട്, അത് പ്രിലിംസ് ആയിക്കോട്ടെ മെയിൻസ് ആയിക്കോട്ടെ, നന്നായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ആ പരീക്ഷാ ഭാഗത്തു നിന്നുള്ള ചോദ്യങ്ങൾ അത് വീണ്ടും വീണ്ടും റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ആൻസർ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ സ്ഥിരമായുള്ള ചോദ്യങ്ങൾ മനസ്സിലാക്കാനും അത് ആൻസർ ചെയ്യാനും സാധിക്കും എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ PYQs എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ആ ഒരു നല്ല മാർക്കിലേക്കുള്ളൊരു എളുപ്പ വഴിയാണ്. PYQs പഠിച്ചാൽ തന്നെ പല ഉദ്യോഗാർത്ഥികളും പറയാറുണ്ട് അവിടെ വിജയത്തിൻ്റെ ഒരു രഹസ്യം PYQ ആണ്. PYQ നന്നായിട്ട് നോക്കിയതിന് ശേഷമാണ് നല്ല റിസൾട്ടിലേക്ക് എത്താൻ സാധിച്ചത് എന്ന് പല ഉദ്യോഗാർത്ഥികളും പറയാറുണ്ട്. സോ PYQ നിങ്ങളുടെ ആ ഒരു നല്ല മാർക്കിലേക്കുള്ള രണ്ടാമത്തെ വഴിയാണ്. ഇനി മൂന്നാമത്തെ വഴി എന്ന് പറയുന്നത് SCERT പാഠപുസ്തകങ്ങൾ തന്നെയാണ്. നമ്മുടെ PSCയുടെ ബൈബിൾ എന്ന് പറയുന്നത് SCERT പാഠപുസ്തകങ്ങളാണ്. നിങ്ങളൊരു 10ാം ക്ലാസ് ലെവൽ പരീക്ഷയാണ് എഴുതുന്നതെങ്കിൽ തീർച്ചയായിട്ടും 5 തൊട്ട് 10 വരെയുള്ള ടെക്സ്റ്റ് ബുക്കുകൾ തീർച്ചയായിട്ടും വായിക്കണം. അതുപോലെ ഹയർ ലെവൽ എക്സാംസ് ആണെങ്കിൽ +2 ഡിഗ്രി ഒക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും +1 +2 ബുക്കുകൾ തീർച്ചയായിട്ടും നിങ്ങൾ വായിച്ചിരിക്കണം. നിങ്ങൾ പല ആളുകളും ഇംഗ്ലീഷും മാത്സ് ഒക്കെ വായിക്കാൻ പറയും, നല്ലത് തന്നെയാണ്. പക്ഷേ അറ്റ്ലീസ്റ്റ് നിങ്ങൾ സയൻസും സോഷ്യൽ സയൻസും, സയൻസ് എന്ന് പറയുമ്പോൾ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, ഈ സബ്ജക്റ്റുകളുടെ എല്ലാം SCERT പാഠപുസ്തകങ്ങൾ ഒരു തവണയെങ്കിലും വായിക്കണം. അതിനർത്ഥം എല്ലാ ചാപ്റ്റേഴ്സും വായിക്കണം എന്നല്ല, നമ്മുടെ സിലബസിൽ പറഞ്ഞിട്ടുള്ള ടോപ്പിക്ക് അനുബന്ധമായുള്ള ചാപ്റ്റേഴ്സ് ഉണ്ടാവും. അത് നിങ്ങൾ കൃത്യമായിട്ട് വായിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ SCERT കവർ ചെയ്യാനും പല പരീക്ഷകളിലും SCERTയിലെ അതേ സെൻറ്റൻസ് തന്നെ ചോദ്യമായിട്ട് വരാറുണ്ട്. ആ സമയത്ത് അത്തരം റയർ പോയിന്റ്സ് നിങ്ങൾക്ക് സ്കോർ ചെയ്യാനും അത്തരം റയർ പോയിന്റ്സ് ആണ് പിന്നീട് റാങ്ക് മേക്കിങ്ങും അതുപോലെ നിങ്ങളുടെ റാങ്ക് ഉയർത്താനും
സാധ്യതയുള്ളത്. അപ്പോൾ അത്തരം മാർക്കുകൾ നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അതാണ് മൂന്നാമത്തെ ടിപ്പ് എന്ന് പറയുന്നത്. നാലാമത്തെ ടിപ്പ് എന്ന് പറയുന്നത് മോക്ക് ടെസ്റ്റുകൾ തന്നെയാണ്. നമ്മൾ ഒരുപാട് പഠിക്കുന്ന സമയത്ത് നമുക്ക് നല്ല ആത്മവിശ്വാസം തോന്നും. ഞാനെല്ലാം പഠിച്ചിട്ടുണ്ട്, ഇനി എനിക്കൊന്നും പഠിക്കാനില്ല, ഏത് എക്സാം നേരിടാനും ഞാൻ തയ്യാറാണ്. ഇങ്ങനെ ഒരു ഓവർ കോൺഫിഡൻസ് നമ്മുടെ ഉള്ളിൽ ബിൽഡ് ചെയ്യും. എപ്പോൾ നിങ്ങൾ എല്ലാം പഠിച്ചു, എന്നാൽ പഠിച്ചത് പരിശീലിച്ചോ എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ ആ കാര്യത്തിൽ നിങ്ങൾക്ക് ഡൗട്ടാണ്. നിങ്ങൾ അപ്പോഴും ഓവർ കോൺഫിഡൻസ് ആയിരിക്കും. ഞാനൊക്കെ ഓക്കെയാണ്, എല്ലാ വർഷങ്ങളും ഓക്കെയാണ്, എല്ലാ പേരുകളും ഓക്കെയാണ്. ഇങ്ങനെ ഒരു സ്റ്റേജിൽ നിൽക്കുന്ന സമയത്തായിരിക്കും നിങ്ങൾ നിൽക്കുന്നുണ്ടാവാം. അത്രയും ഓവർ കോൺഫിഡൻസ് ആയിരിക്കും. പക്ഷേ പരീക്ഷാ ഹാളിലേക്ക് ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യാതെ പോയിട്ടുണ്ടെങ്കിൽ അപ്പോഴായിരിക്കും നിങ്ങൾ ആ അറ്റ്മോസ്ഫിയറിൽ ഇരിക്കുന്ന സമയത്ത് പല സംശയങ്ങൾ വരികയും നിങ്ങൾ പ്രതീക്ഷിച്ച രീതിയിൽ ആ ഒരു പരീക്ഷയെ എഴുതാൻ സാധിക്കാതിരിക്കുകയും നിങ്ങളുടെ കോൺഫിഡൻസ് മൊത്തത്തിൽ ഇല്ലാത്തൊരു സിറ്റുവേഷനിലേക്ക് മാറുകയും ചെയ്യും എന്ന് മനസ്സിലാക്കുക. അപ്പോൾ നിങ്ങൾ ഓവറായിട്ട് സിലബസ് കവർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കൊരു ഓവർ കോൺഫിഡൻസ് വരും. പക്ഷേ ആ ഓവർ കോൺഫിഡൻസ് നിങ്ങൾക്ക് സ്ഥിരമായിട്ട് നിലനിർത്തണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്താണ്, നിങ്ങളുടെ മോക്ക് ടെസ്റ്റ് നന്നായിട്ട് ചെയ്യണം. മോക്ക് ടെസ്റ്റ് ചെയ്യുമ്പോഴാണ് നിങ്ങളുടെ തെറ്റുകൾ മനസ്സിലാക്കാനും എത്രത്തോളം സ്കോർ റേഞ്ച് നിങ്ങൾക്ക് നേടാൻ സാധിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കാനും സാധിക്കുക. സോ നിങ്ങൾ നിർബന്ധമായിട്ടും നിങ്ങളുടെ പഠനത്തിൽ PSC പഠനത്തിൽ അറിഞ്ഞിരിക്കേണ്ട നാലാമത്തെ ടിപ്പാണ് മോക്ക് ടെസ്റ്റ് എന്ന് പറയുന്നത്. അഞ്ചാമത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെഗറ്റീവ്സ് ആണ്. നെഗറ്റീവ്സ് ആണ് നിങ്ങളുടെ ആ ഒരു വിജയത്തിനെ പിന്നോട്ടടിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്. കൃത്യമായ പ്ലാനിങ് ഇല്ലാത്തത് കൊണ്ട് തന്നെയാണ് ആ ഒരു നെഗറ്റീവ്സ് കൂടുതലാവുന്നത്. പലരും പറയാറുണ്ട് ലാസ്റ്റ് 15 മിനിറ്റാണ് എൻ്റെ ആ ഒരു വിജയത്തെ ഇല്ലാതാക്കിയത്, ഇത്രയും റാങ്ക് പിന്നിലോട്ട് പോയത് ലാസ്റ്റ് 15 മിനിറ്റാണ്. ബിക്കോസ് നിങ്ങൾ പലരും ഒരു ഐഡിയയും ഇല്ലാതെ അല്ലെങ്കിൽ എക്സാമിനെ കുറിച്ച് ഒരു ഐഡിയയും ഇല്ലാതെ, നിങ്ങൾക്ക് ടഫാണെങ്കിൽ തീർച്ചയായിട്ടും പരീക്ഷ എല്ലാവർക്കും ടഫായിരിക്കും. പക്ഷേ നിങ്ങളത് മനസ്സിലാക്കാതെ ഓവറായിട്ട് ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാൻ പോവുകയും അറ്റൻഡ് ചെയ്യണം. 50-50 ഒക്കെ നിങ്ങൾക്ക് ഡൗട്ടുകളൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും അത് അറ്റൻഡ് ചെയ്ത് അത്തരം റിസ്ക് എടുത്താൽ ഒരു പക്ഷേ മെയിൻസ് പോലെയുള്ള എക്സാമിൽ നല്ല റാങ്കിലേക്ക് എത്താൻ സാധിക്കൂ. എന്നാൽ ഒരു ഐഡിയ ഇല്ലാതെ റിസ്ക് എടുക്കാൻ പോകുമ്പോൾ അത് നെഗറ്റീവ്സ് കൂട്ടുകയും അത് നിങ്ങളുടെ ലഭിച്ച മാർക്കിനെ പോലും പിന്നിലാക്കുകയും ചെയ്യും. അത് ലഭിച്ച മാർക്ക് പോലും നിങ്ങൾക്ക് നഷ്ടപ്പെടാൻ കാരണമാവുകയും ചെയ്യും. സോ നെഗറ്റീവ്സ് കുറയ്ക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം ഒരു കോമ്പറ്റീറ്റീവ് എക്സാമിൻ്റെ ഏറ്റവും വലിയ കീ ഫാക്ടർ എന്ന് പറയുന്നത് ഏറ്റവും വേഗത്തിൽ ഏറ്റവും അക്യുറസിയോടെ എന്ന രീതിയാണ്. അപ്പോൾ അക്യുറസി കുറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് റിസൾട്ടിനെ ബാധിക്കും. സോ നെഗറ്റീവ്സ് കുറയ്ക്കുക എന്നുള്ളതാണ് അഞ്ചാമത്തെ കാര്യം എന്ന് പറയുന്നത്. ഇനി ആറാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഒരു പ്ലാൻ തന്നെയാണ്. ഏതൊരു മത്സരമായിക്കോട്ടെടാ, ഒരു ഫുട്ബോൾ മത്സരമായിക്കോട്ടെ, ഒരു ക്രിക്കറ്റ് മത്സരമായിക്കോട്ടെ, എന്തിനും ആ ടീമിന് ഒരു പ്ലാൻ ഉണ്ടാവും. എങ്ങനെയാണ് ആ മത്സരം മുന്നോട്ട് കൊണ്ടുപോകേണ്ടതെന്ന് പറയുന്നത്. നമ്മുടെ മുന്നിലുള്ളതും ഒരു മാച്ച് പോലെ ചിന്തിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മുന്നിലുള്ളത് 1.25 അല്ലെങ്കിൽ 1.5 മണിക്കൂറാണ്. ആ 1.5 മണിക്കൂർ നന്നായിട്ട് കളിക്കുന്നവരാണ് അവർ എത്ര പഠിച്ചു എന്നല്ല, ഓക്കെ, എത്ര സിലബസ് കവർ ചെയ്തു എന്ന് ആരും നോക്കില്ല. പക്ഷെ ആ 1.5 മണിക്കൂർ ആരാണോ നന്നായിട്ട് കൺട്രോൾ ചെയ്ത് മനസ്സിനെ കൺട്രോൾ ചെയ്യുക, അതുപോലെ നമ്മുടെ പേപ്പറിനെ കൺട്രോൾ ചെയ്യുക, നമ്മുടെ OMR ഷീറ്റിനെ കൺട്രോൾ ചെയ്യുക, അവരാണ് ആക്ച്വലി എന്ത് ചെയ്യുന്നത്, നല്ല റാങ്കിലേക്ക് എത്തുന്നത്. സോ കൃത്യമായ പ്ലാൻ എന്ന് പറയുമ്പോൾ അത് പല രീതിയിലാവാം. മനസ്സിനെ കൺട്രോൾ ചെയ്യണം. അതുപോലെ തന്നെ നമ്മൾ ഓരോ ക്വസ്റ്റ്യൻ അപ്രോച്ച് ചെയ്യുന്ന രീതി, ഫസ്റ്റ് ഞാൻ ഏത് ഏരിയ ടച്ച് ചെയ്യണം, സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസ് ഞാൻ എപ്പോൾ ചെയ്യണം, ഇംഗ്ലീഷും മലയാളം ഞാൻ എത്ര സമയം നീക്കി വെക്കണം, അതുപോലെ ഇങ്ങനെ ഓരോ പ്ലാൻസ് നിങ്ങൾ കരുതണം. ആ പ്ലാൻസ് ബ്രേക്ക് ചെയ്യുന്ന സമയത്താണ് പലരും ടെൻഷൻ അടിച്ച് പലപ്പോഴും സമയം തികയാത്ത അവസ്ഥയിലേക്ക്, പല ക്വസ്റ്റ്യൻസും അറിഞ്ഞിട്ട് പോലും അത് വായിക്കാൻ ഒരു സമയം കിട്ടില്ല. ഇങ്ങനെ പല ഉദ്യോഗാർത്ഥികളും നമ്മൾ പല കമൻറ്റ് ബോക്സുകളിലും കാണാറുണ്ട്. എനിക്കറിയാവുന്ന ചോദ്യങ്ങളായിരുന്നു, പക്ഷേ വായിച്ചെത്തിയില്ല. ആ ഒരു പ്ലാൻ ഇല്ലാത്തതിൻ്റെ പ്രധാന പ്രശ്നമാണ് ഇത്. ഓക്കെ, ആ ഒരു ടൈം പ്ലാൻ ഇല്ലാത്തതുകൊണ്ടാണ് പലപ്പോഴും പല ഉദ്യോഗാർത്ഥികൾ ഈ ഒരു പ്രശ്നം നേരിടുന്നത്. സോ പ്ലാൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഏതൊരു മത്സരത്തിലും ഒരു പ്ലാൻ ആ ടീം തയ്യാറാക്കിയിട്ടുണ്ടാവും. ഓക്കെ, അത് ഫുട്ബോൾ ആണെങ്കിലും ക്രിക്കറ്റ് ആണെങ്കിലും അതിൽ ഏത് ഇവൻ്റ് ആണെങ്കിലും. അതുപോലെ തന്നെ നമ്മുടെ PSC പരീക്ഷകളും നമുക്ക് കൃത്യമായ പ്ലാൻ വേണം. ഓരോ സബ്ജക്റ്റും നേരിടുന്നതിനും ഒരു പ്ലാൻ വേണം. എന്നാൽ ആ പ്ലാൻ നിങ്ങൾ കൃത്യമായി എക്സിക്യൂട്ട് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നല്ല റിസൾട്ടിലേക്ക് എത്താൻ സാധിക്കും. ഇനി ഏറ്റവും അവസാനത്തെയും ഏഴാമത്തെയും ടിപ്പാണ് കൺസിസ്റ്റൻസി എന്ന് പറയുന്നത്. നിങ്ങളുടെ വിജയത്തിലേക്കുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കീയാണ് കൺസിസ്റ്റൻസി. നിങ്ങൾ പല എക്സാംസ് എഴുതുന്ന സമയത്തും നിങ്ങളുടെ ആ ഒരു മാർക്ക് ഒരേ റേഞ്ചിൽ നിന്നു വരും. ചിലപ്പം കുറയാം, കൂടാം. പക്ഷേ കൺസിസ്റ്റൻ്റ് ആയിട്ട് നിങ്ങൾ വർക്ക് ചെയ്യുക. നിങ്ങളൊരു ഗ്യാപ്പ് ഇടാതെ കൺസിസ്റ്റൻ്റ് ആയിട്ട് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു നേരെ ആ ഒരു സ്ലോപ്പ് പോലെ എന്ത് ചെയ്യും, നമ്മൾ ആ ലക്ഷ്യത്തിലേക്ക് എത്തും. പക്ഷേ
ആ ഒരു അപ്പ് ആൻഡ് ഡൗൺ ആണെങ്കിൽ പിന്നീട് എങ്ങോട്ടാണ്, ഡൗൺ ആണോ അപ്പാണോ ഒന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. പക്ഷേ ഒരു കൺസിസ്റ്റൻ്റ് ആയിട്ട് വർക്ക് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നല്ല റിസൾട്ടിലേക്ക് എത്താൻ സാധിക്കും. കൺസിസ്റ്റൻറ്റ് ഈസ് ദ കീ ഓഫ് ദി സക്സസ് എന്ന് നമ്മൾ പറയാറുണ്ട്. കൺസിസ്റ്റൻസ് തന്നെയാണ് അത്. നിങ്ങൾ എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ ആ ഒരു പഠനത്തിലേക്കുള്ള ഈ പറയുന്ന 6 ഫാക്ടേഴ്സും എന്താണ് കൺസിസ്റ്റൻസ് ആയിട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ കൺസിസ്റ്റൻസിൻ്റെ ഒരു റിസൾട്ടായിട്ട് നിങ്ങളുടെ ആ ഒരു ജോലി, സർക്കാർ ജോലി എന്ന് പറയുന്ന ആ ഒരു കാര്യം നിങ്ങളുടെ കയ്യിലെത്തും. ഓക്കെ, സോ നിങ്ങളെ പഠനത്തിൽ ശ്രദ്ധിക്കേണ്ട, നിങ്ങളുടെ PSC പഠനത്തിൽ ശ്രദ്ധിക്കേണ്ട, അത് ആദ്യമായിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ആളുകളാണെങ്കിലും ഇപ്പോഴും പല എക്സാംസ് എഴുതിയിട്ട് നല്ല റിസൾട്ടിലേക്ക് എത്താത്ത ഒരുപാട് പേരുണ്ടാവും. ഒരുപാട് PSC പരീക്ഷ എഴുതി പക്ഷെ നല്ല റിസൾട്ടിലേക്ക് എത്തുന്നില്ല. അപ്പോൾ അവരൊക്കെ ഈ ഒരു 7 കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ചെയ്തിട്ടുണ്ടോ? ഇനി ആദ്യമായിട്ട് PSC പരീക്ഷ എഴുതുന്ന ആളാണെങ്കിൽ ഈ ഒരു 7 കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ കൊണ്ടുവരികയാണെങ്കിൽ വളരെ ലെസ് ടൈം കൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ഒരു സർക്കാർ ജോലി എന്ന് പറയുന്ന സ്വപ്നത്തിലേക്ക് എത്താൻ സാധിക്കും. സോ ഈ 7 കാര്യങ്ങൾ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ ശ്രമിക്കുക. എല്ലാവർക്കും 2026 സർക്കാർ ജോലി എന്ന് പറയുന്നതിന് ആദ്യ ചുവടുവെപ്പ്, ഓക്കെ, ജോലി ലഭിക്കാൻ ചിലപ്പോൾ 2027 ആയേക്കാം, എന്നാലും അതിൻ്റെ ആദ്യ ചുവടുവെപ്പ് വെക്കാൻ സാധിക്കട്ടെ. അതുപോലെ നിങ്ങളുടെ പഠനം നല്ല രീതിയിൽ പോകുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. തീർച്ചയായിട്ടും നിങ്ങൾക്ക് വേണ്ട എല്ലാ ഇൻഫർമേഷൻസും, PSCയുമായി ബന്ധപ്പെട്ട എല്ലാ ഇൻഫർമേഷൻസും നമ്മുടെ ചാനലിലൂടെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഏറ്റവും പുതിയ അപ്ഡേറ്റ്സ് എല്ലാം നമ്മുടെ ചാനലിലൂടെ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. ഏറ്റവും പുതിയ ബാച്ചുകൾ, അത് 10th ആയിക്കോട്ടെ, +2 ലെവൽ ആയിക്കോട്ടെ, ഡിഗ്രി ലെവൽ ആയിക്കോട്ടെ, ഏറ്റവും പുതിയ ബാച്ചുകൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. കൂടുതൽ ഡീറ്റെയിൽസിനായിട്ട് താഴെ കൂടി നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അതുപോലെ തന്നെ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. PSC പ്രിപ്പയർ ചെയ്യുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് നമ്മുടെ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുക. സോ അടുത്ത വീഡിയോയിൽ ഇതുപോലെ കുറച്ച് ടിപ്സുമായിട്ട്, നിങ്ങളുടെ പഠനത്തിലേക്കുള്ള കുറച്ച് പ്രധാനപ്പെട്ട ടിപ്സുമായിട്ട് ഞാൻ വീണ്ടും വരും. അതുവരേക്കും എല്ലാവർക്കും താങ്ക് യു.